ഹാർവാർഡ് യൂണിവേഴ്സിറ്റി സെമിറ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ട്രംപ് ഭരണകൂടം ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായ നടപടികളിൽ ട്രംപ് പക്ഷം നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആരോപിച്ചു. സ്വന്തം രാജ്യത്തെ യൂണിവേഴ്സിറ്റി സർക്കാർ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തിയത് അന്താരാഷ്ട്ര ചർച്ചയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയെ പിടിച്ചുകുലുക്കുന്ന തരത്തിലുള്ള തലവേദന ട്രംപ് സൃഷ്ടിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അമേരിക്കയ്ക്ക് ഇസ്രയേൽ അനുകൂല നിലപാടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അമേരിക്കൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ഒരു ചരിത്രപരമായ വസ്തുതയാണ്. അക്കാര്യത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പലസ്തീനെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. മികച്ച രീതിയിലാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. പലസ്തീനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ വിമർശിക്കുമ്പോൾ പലസ്തീനെ പിന്തുണച്ച് പോരാട്ട രംഗത്തിറങ്ങിയത് വിദ്യാർത്ഥികളാണ്. ഇതിനെ തുടർന്ന് പ്രതിഷേധത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ കളയാനുള്ള ദൗത്യം ട്രംപ് ഭരണകൂടം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഹാർവാർഡിൽ PhD വിദ്യാർത്ഥിനിയായ റുമൈസ ഒസ്തുർക്ക് പലസ്തീനെ പിന്തുണച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു. ഇതിന്റെ പേരിൽ അവരുടെ വിദ്യാർത്ഥി വിസ റദ്ദാക്കുകയും ചെയ്തു. ലേഖനം എഴുതിയതുകൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിച്ചെങ്കിൽ പ്രതിഷേധിക്കുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുക? ട്രംപ് പക്ഷം സർവകലാശാലയ്ക്കെതിരെ ഗുരുതരമായ ഭരണപരമായ നടപടി സ്വീകരിച്ചു. അതായത് സർവകലാശാലയ്ക്കുള്ള ഏകദേശം $2.3 ബില്യൺ ധനസഹായം സർക്കാർ തടഞ്ഞുവച്ചു. മാത്രമല്ല സർവകലാശാലയ്ക്ക് ഇതിനകം തന്നെ ആദായനികുതി ഇളവ് ലഭിച്ചിരുന്നു. അതും ട്രംപ് പക്ഷം റദ്ദാക്കി. വലിയൊരു സ്വത്ത് സർവകലാശാലയ്ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഈ ആസ്തികൾക്ക് ആദായനികുതി നൽകേണ്ടതില്ല. കാരണം ഇവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആസ്തികളാണ്. എന്നിരുന്നാലും ട്രംപ് ഭരണകൂടം ഈ ഓഫറും റദ്ദാക്കുകയുണ്ടായി. ഇതിനു പുറമെ സർവകലാശാലയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് പക്ഷം 2 കത്തുകൾ അയച്ചിരുന്നു. ഏപ്രിൽ 3-ന് ആദ്യ കത്ത് സർവകലാശാലയിലെത്തി. അതിൽ വിദ്യാർത്ഥികൾ മുഖംമൂടി ധരിക്കുന്നത് വൈവിധ്യത്തെയും സമത്വത്തെയും കുറിച്ചുള്ള പാഠങ്ങൾ നീക്കം ചെയ്യണം, പോലീസുമായി സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു കത്ത്. രണ്ടാമത്തെ കത്ത് ഏപ്രിൽ 11-നെത്തി. പലസ്തീനെ പിന്തുണച്ചുള്ള പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കാതിരിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. സർവകലാശാലാ നിയമങ്ങൾ ലംഘിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ സർക്കാരിന് പരാതി നൽകണമെന്നും കത്തിൽ പറയുന്നു. സ്വയംഭരണം നേടിയ സർവകലാശാലയാണ് ഹാർവാർഡ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പാഠ്യപദ്ധതി മാറ്റുമ്പോൾ ക്യാമ്പസിനുള്ളിൽ എന്താണ് സംഭവിക്കേണ്ടതെന്നും എന്താണ് സംഭവിക്കരുതെന്നും പുറത്തുനിന്നുള്ളവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അതിനാൽ സർവകലാശാല ട്രംപ് ഭരണകൂടത്തിന്റെ ഈ അപേക്ഷകളെല്ലാം നിരസിച്ചു. അതുമാത്രമല്ല സർവകലാശാലയെ പിന്തുണച്ച് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും ശബ്ദങ്ങൾ ഉയർന്നു. ശക്തമായ എതിർപ്പുകൾ കാരണം ഈ കത്ത് ഔദ്യോഗികമല്ല. ചില ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ടാണ് കത്ത് അയച്ചതെന്നാണ് ട്രംപ് ഭരണകൂടം അവകാശപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ട്രംപ് ഭരണകൂടം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സർവകലാശാല ആരോപിച്ചു. ഈ ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു.